മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം അമ്മച്ചിപ്ലാവ്. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് താജ്മഹൽ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം താജ്മഹൽ. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് അമ്മച്ചിപ്ലാവാ. എന്റെ പൊന്ന് സന്ധ്യ കേപ്പി, അമ്മച്ചിപ്ലാവ് എന്റെ, താജ്മഹൽ നിന്റെ. നീ എന്തിനെടുത്തത്? യോ, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സിന്റെ തത്തുല്യ പരീക്ഷ എഴുതി രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മതിക്കത്തില്ലല്ലോ. ഓ, നീ രക്ഷപ്പെട്ട എങ്ങോട്ടാ? എനിക്ക് രക്ഷപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പാസ്സായിട്ട്. എന്തൊരു കാര്യം അറിയാമോ? എവളെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ആ, എന്റെ കല്യാണം നടക്കാത്തതേ എനിക്ക് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടോ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. 10ാം ക്ലാസ് തോറ്റിരിക്കുന്നതുകൊണ്ട് ആരും വന്ന് കെട്ടുന്നില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് ജയിച്ച് കല്യാണം കഴിക്കലാണ് അവളുടെ ഉദ്ദേശം. ഓ, നീ പിന്നെ അന്യ നാട്ടിലേക്ക് പോയി ചാമ്പ്യൻഷിപ്പിന് പോകാനല്ലേ? അതെ, ഈ ബ്രൂണോ പോവും. ഈ ബ്രൂണോ എന്ന് പറയുമ്പോഴേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു റെസ്ലിംഗ് താരമാണ്. അപ്പൊ പിന്നെ അല്ലാതെ 10ാം ക്ലാസ് ജയിച്ചിട്ട് വേണം എനിക്ക് അന്തർദേശീയ തലത്തിൽ ചെന്ന് മത്സരിച്ച് 2 ഇടിച്ചിടായി. അങ്ങനെയാണെങ്കിലേ ഞാൻ അവിടുത്തെ 10ാം ക്ലാസ് പാസ്സാവും ചെയ്യും. മിനിമം 2 കെട്ടും ചെയ്യും. ആ, അതെ, വാശിക്ക് ഞാൻ 2 പടി മുന്നിലാ. ഹിന്ദി, ജന്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ബയോളജിക്കൽ നൈമൻ. മിക്സഡ് ഫ്രൂട്ട്സ് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിക്കാം. എല്ലാ വിഷയവും നമ്മൾ തന്നെ പഠിച്ചെഴുതണ്ട്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ എല്ലാം പഠിക്കണ്ട്. സാറല്ലേ പറഞ്ഞ A+ മേടിക്കണം അല്ലത്തൊന്ന്. ഓക്കെ, കിട്ടിയില്ല. നീ എന്തെങ്കിലും എടുത്തായിരുന്നു? അങ്ങനൊന്നും എടുത്തില്ല. കിട്ടിയില്ല. അല്ല, സാർ എന്തെങ്കിലും എടുത്തെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തു തരാം. എടാ, അതല്ല, പിന്നെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കൈ ഇങ്ങനെ വണങ്ങി നമസ്കരിക്കാൻ അറിയാമോ? അത് സാധാരണ വിദ്യാർത്ഥികൾ. ഞാൻ ഈ റെസ്ലിംഗിനൊക്കെ പോകുന്നതുകൊണ്ട് എന്റെ രീതി അതല്ല സാർ. എന്നാ പിന്നെ നിന്റെ രീതിയിലൊന്ന് നമസ്കരിക്കേ. എന്റെ രീതിയിലല്ലേ? ഓക്കെ സാർ, അത് പറയണ്ട. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. അല്ല, സാറിങ്ങനെ കുനിയണ്ട. കുനിയതല്ല, പിന്നെ നിന്റെ ഇടിയിൽ എന്റെ നടു വളഞ്ഞു പോയത്. അഖില, നീ എന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് ഈ പിള്ളേരെ പഠിപ്പിച്ച് എങ്ങനെ 10ാം ക്ലാസ് പാസ്സാക്കി? നിങ്ങൾ എന്നെ പറ. ഞാൻ ശരിയാക്കി തരാം സാർ. എന്റെ തത്തുല്യ പരീക്ഷ കേന്ദ്രം ഇടിച്ച് തകർക്കരുത്. ഞാൻ തന്നെ റെഡി ആയിക്കോളാം. ഈ വർഷമെങ്കിലും 10ാം ക്ലാസ്സിലെ തത്തമ്മ പരീക്ഷ പാസ്സാവണം. തത്തമ്മ പരീക്ഷ അല്ല, ഉപ്പങ്ങാക്ക പരീക്ഷ. എന്റെ സന്ധ്യാറാണി 10ാം ക്ലാസ്സിന്റെ തത്തും കല്യാണം. ആ കല്യാണം നടക്കണേൽ 10ാം ക്ലാസ് പാസ്സാവണം. പാസ്സാക്കി തരാം. പിന്നെ ഒരു കാര്യം, ഫീസ് തരാത്തവർക്ക് എന്റെ ഈ മീശയുടെ 2 അറ്റം കണ്ടല്ലോ, ഫീസ് തരാത്തവർക്ക് നന്മ, അല്ലാത്തവർക്ക് ശാപം. തിരിച്ചു സാറേ, ഫീസ് തരുന്നവർക്ക് നന്മ, തരാത്തവർക്ക് ശാപം. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. നമുക്ക് ചില പാഠഭാഗങ്ങൾ പഠിക്കാം. പരീക്ഷ വരെയല്ലേ, മൊത്തത്തിൽ മിക്സ് ചെയ്താണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഇതാ നോക്കാം. ഇതൊരു ബിന്ദു. ഈ ബിന്ദുവിലോട്ട് ഷിബുവിനെത്താൻ 50 കിലോമീറ്റർ, ബിജുവിന് എത്താൻ 30 കിലോമീറ്റർ, വാസുവിന് എത്താൻ 25 കിലോമീറ്റർ. ബിന്ദുവിന്റെ അടുത്ത് ഇത്രയും പേർക്ക് എത്താൻ ഇത്രയും കിലോമീറ്ററുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ബിന്ദു അത്ര നല്ലതൊന്നും അല്ല. അതാണ് പറഞ്ഞത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈസി അല്ലേ? എങ്ങനെ? ഈ ബിന്ദുവിന് സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് കൊടുക്കണം. കൂട്ടുകാരന്മാരൊക്കെ വന്ന് പോകാൻ. നിനക്ക് എന്താണ് പ്രശ്നം? എനിക്ക് ബിന്ദുവിന്റെ നമ്പർ വേണം. ഇവിടെ ഒഴിഞ്ഞ കിടക്കയില്ലേ, ഇവിടുന്ന് രഞ്ജിത്തും കൂടെ വന്നു കഴിഞ്ഞാൽ പുളിക്കോ? ഇത് വേണ്ട, ഈ വിഷയം വേണ്ട. ഇതാണ് പഠിപ്പിക്കാൻ തുടങ്ങിയുള്ള കുഴപ്പം. എല്ലാരും ശ്രദ്ധിക്കേ, എല്ലാരും ശ്രദ്ധിച്ചോ? ഇത് കണ്ട സാറത് ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബില് ഇത് കണ്ടോ? ടെസ്റ്റ് ട്യൂബിന്റെ താഴെ ഞാൻ കുറച്ച് വാട്ടർ ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. കണ്ടോ? ഇത് H2O. എവിടെ പോണ്? സാറല്ലി പറഞ്ഞ് ഇത് വച്ചിട്ട് പോവാം. ഇത് വച്ചിട്ട് പോവാനല്ല പറഞ്ഞത്. വാട്ടറിന്റെ രാസനാമമാണ് H2O. മനസ്സിലായോ? ഇതിന്റെ മുകളിൽ
ഞാൻ കുറച്ച് മെർക്കുറി ഒഴിക്കുന്നു. മെർക്കുറിയോ? മെർക്കൂർ അറിഞ്ഞൂടെ? രസം. ആ രസം രസം. രസം ഒഴിക്കുന്നു. HG. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടെസ്റ്റ് ട്യൂബിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കുലുക്കുന്നു. അപ്പോൾ ഇയാള് പറയൂ, എവിടെ കിടക്കുന്നതാണ് രസം? എനിക്ക് 2 അടിച്ചിട്ട് പറമ്പിൽ കിടക്കണേന് രസം. കുട്ടി അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി ശ്രദ്ധിക്കണം. മുകളിൽ കിടക്കുന്നതാണ് രസം. ആണോ? വേണ്ട വേണ്ട. വേണ്ടേ? ഓ, നീ ഇങ്ങനെ എണീറ്റ് വാ. ഇതൊരു കാര്യം ചോദിക്കട്ടെ. ജാലിയൻ വാലാബാഗിനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമാണ്. ആ. ഞാൻ പറയട്ടെ സാറേ, പറ. ഒരു അമൃത എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ സാർ. ആ. അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സിൽ സ്ക്രിപ്റ്റ് എഴുതുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ് ലാൽ ബാബു. ലാൽ ബാബു അല്ല, ജാലിയൻ വാലാബാഗ്. ബാബുവാ? ബാബു അല്ല, ജാലിയൻ വാലാബാഗ്. ഓ ലാല ബാഗ്, അതൊക്കെ അറിഞ്ഞു. പോയി അവിടെ.